ഇന്ന് ഞാൻ കൊച്ചിയിലുള്ള എൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ്. മീൻകുളിയും കഴിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ മീൻ കിട്ടുമെന്നുള്ള എൻ്റെ വാക്കും കേട്ട് ഞാനും ചേട്ടനും മീൻകുളിയും കഴിച്ച് പിള്ളേരോട് ടാറ്റയും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വലിയ മീനെങ്ങാനും കിട്ടിയാൽ ഈ ബൈക്കിൽ എങ്ങനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഞാൻ ചേട്ടനോട് ചോദിച്ചു. അത് നമുക്ക് വണ്ടി വിളിച്ച് കൊണ്ടുവരാമെന്ന് ചേട്ടനും പറഞ്ഞു. പോകുന്ന വഴിക്കൊക്കെ ചൂണ്ടയിടാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും ചേട്ടൻ പറഞ്ഞ് കടലിൽ പോയി നമുക്ക് വലിയ സ്രാവിനെ പിടിക്കാം. വഴിയിൽ നിന്ന് ചൂണ്ടയിൽ കോർക്കാനായിട്ട് കുറച്ച് ചെറിയ മീനുകളെ മേടിച്ച് ഞങ്ങൾ കടലിലേക്ക് പോയി. കടലിന്റെ തീരത്തെത്തിയപ്പോഴാണ് കടലിൽ നിന്ന് ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്നത് കണ്ടത്. പെട്ടെന്ന് തന്നെ ചൂണ്ടയെല്ലാം റെഡിയാക്കി കടലിലേക്ക് എറിഞ്ഞു. കുറേ തവണ എറിഞ്ഞെറിഞ്ഞ് കൈ അഴിച്ചിട്ട് മീനൊന്നും കിട്ടിയില്ല. എറിയുന്ന ചൂണ്ട ഓരോ തവണയും പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. ചൂണ്ട എവിടെയെങ്കിലുമൊക്കെ കയറി ഉടക്കാറുണ്ട്. ആ ഉടക്കെടുക്കാൻ പോകുമ്പോഴേക്കും ചേട്ടൻ നനയാറുണ്ട്. ഒരു ഞണ്ട് അവിടെ നിന്ന് എന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്നുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ ക്ഷമിച്ചെങ്കിലും അവസാനം എന്റെ കൈ കിട്ടിയ ഒരു കല്ലെടുത്ത് ഞാൻ ഞണ്ടിന്റെ തലവളൊക്കെ എറിഞ്ഞ് കയറ്റി കൊടുത്തു. കല്ലും കൂടി കൂട്ടിയിടിച്ച് സൗണ്ട് കേട്ടെന്നല്ലാതെ ഞണ്ടിന് എറിയുണ്ടില്ല. അപ്പോഴേക്കാണ് ചേട്ടൻ വിളിച്ചത്. കിട്ടിയടാ കിട്ടി, ഒരു വലിയ മീനെ കിട്ടിയെന്ന്. എങ്ങനെയൊക്കെ കിട്ടിയ മീനെ വലിച്ച് കരയെ കയറ്റി. തീരെ ചെറിയ മീനൊന്നുമല്ല. ഒരെണ്ണം കിട്ടിയപ്പോഴേക്കും മീൻ പിടിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടി. പിന്നെ ചറപറാ മീൻ കിട്ടി. ചേട്ടൻ അവിടെ നിന്ന് മീൻ പിടിക്കുമ്പോഴേക്കും ഞാൻ അവിടെ വെറുതെ ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ആരും എന്റെ മുഖത്ത് നിന്ന് തട്ടി. തിരിഞ്ഞു നോക്കിയപ്പോൾ അതൊരു പട്ടി. അടുത്ത് കിട്ടിയ ഒരു ചെറിയ മീൻ പട്ടിക്ക് കൊടുത്തിട്ട് ബാക്കി കിട്ടിയ മീനുകളായിട്ട് ഞങ്ങൾ